ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി അൽഫാമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് ചിക്കൻ്റെ ഓരോ പീസും ഒന്ന് നന്നായി ഇടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണത് നമുക്ക് ചിക്കൻ നന്നായി സോഫ്റ്റായി കിട്ടാനും മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഓരോ പീസും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് മേലെ ഒരു ചെറുതായിട്ട് ഓരോ വര ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ഒക്കെ ഉള്ളിലേക്ക് നന്നായി ഒന്ന് പിടിച്ചോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അൽഫാമിൻ്റെ പീസും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പച്ച മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റമായിട്ട് കുറച്ച് കൂടുതലും മല്ലിയിലയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ നമ്മളെ പച്ചമുളക് കൂട്ടാം. പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. നമ്മളിതിൽ മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കണില്ല. ഈ പച്ചമുളകും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു, ചെറിയുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മളെ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ അടിയിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി എന്തായാലും നമ്മളെ എല്ലാ ഭക്ഷണ ഐറ്റംസിലും ചേർക്കണതല്ലേ, അതിട്ട് കൊടുക്കണേ. പിന്നെ നമ്മൾ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല, നിർബന്ധമില്ല ഗരം മസാല, ഞാനൊന്ന് വെറൈറ്റിക്കായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തൊന്ന് മാത്രം. കുരുമുളക് പൊടിയൊക്കെ നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവ് കൂടിയാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങളൊക്കെ പിന്നെ കുറച്ച് സ്പൈസിയായ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണം. പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് എത്ര വേണ്ടത് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. എല്ലാതും കൂടി നന്നായി ഒന്ന് അടിച്ച് എടുക്കണേ. പിന്നെ അത് ആവശ്യത്തിന് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ തൈരോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മസാല പരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, എല്ലാതും അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒക്കെ ഏകദേശമൊക്കെ അടിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം ഒന്ന് അടിഞ്ഞോട്ടെ. ഇനി നമുക്ക് അതിനുശേഷം മസാല എടുത്തിട്ട് എല്ലാ പീസും നന്നായി ഒന്ന് പരട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട കാരണമാണ് ഒരു ലൈറ്റ് മഞ്ഞ കളർ വന്നുള്ളത് കേട്ടോ നമ്മളെ മസാലയ്ക്ക്. ഇനി നമുക്ക് ഓരോ പീസിലേക്കും മസാല പരട്ടി കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഓരോ പീസായിട്ട് വെച്ചിട്ടാണ് പരട്ടുന്നത് കേട്ടോ. ഓരോ പീസ് സെപ്പറേറ്റ് പരട്ടി എടുക്കുകയാണ് നല്ലത് കേട്ടോ, അപ്പോഴാണ് നല്ലോണം മസാല പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ നല്ലൊരു കളറില്ലേ നമ്മളെ മസാലയ്ക്ക്, നല്ല പച്ച കളറായിരിക്കും കേട്ടോ നമ്മളെ മസാല. ഇത് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് മഞ്ഞായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നല്ല സ്പെഷ്യൽ മസാലയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ, എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. ഇപ്പം ഞാൻ ആ ഒരു പീസ് ഫുള്ളായി മസാല പരട്ടിയിട്ടോ. ഇനി അടുത്ത പീസും അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പീസും നമുക്ക് പരട്ടിയെടുത്തു. ഇപ്പോൾ എല്ലാതും ഞാൻ മസാല തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് വെച്ചാൽ മതി. അതിലും കൂടുതൽ വെച്ചാണെങ്കിൽ അതൊക്കെ ഐസ് കട്ടായി മാറുവേ. ഇപ്പോൾ നമ്മളിതാ കനലുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 താബൂക്ക് എടുത്ത് വെച്ചിട്ടാണ്, അതിൽ ചിരട്ടിയും ചകിരിയും വെച്ചിട്ടാണ് നമ്മൾ കനലുണ്ടാക്കിയുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് അതിൽ അൽഫാമൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് 2 സൈഡും നന്നായി ഒന്നും വേവിച്ചെടുക്കണം. അപ്പോൾ അതാ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ അൽഫാമിൻ്റെ മേലെ. ഇപ്പം ചെറുതായി മഴ വരുന്നുണ്ട് കേട്ടോ, മഴച്ചാറിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ അൽഫാം പെട്ടെന്ന് ആയി കിട്ടിയാൽ മതി. മഴ വന്നാൽ നമ്മളിതൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഓടേണ്ടി വരും. അപ്പോൾ ആ ഒരു ഭാഗം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ ഭാഗവും സെറ്റാവട്ടെ. നമ്മൾ ബാക്കിയുള്ള മസാല അൽഫാമിൻ്റെ മേലേക്ക് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മസാല യൂസ് ചെയ്യുമ്പോഴല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ബാലൻസ് മസാല ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണ്ണ തൂവി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അൽഫാമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അൽഫാമൊക്കെ സെറ്റായി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.